ഹലോ എവ്രി വൺ, ഇറ്റ്സ് റിച്ചസ് കൊച്ചിക്കാരെ ചൈത്തി. അപ്പോൾ ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നതെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തായാലും ഈ വണ്ടികൾ കിടക്കണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പുല്ലേപ്പടിയിലുള്ള സ്ക്രാപ്പിൻ്റെ ഷോപ്പിലാണ്. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ആയിട്ട് ഒരുപാട് വണ്ടികൾ നമുക്കിവിടെ പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ വണ്ടിയാണെന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ആദ്യം നിൽക്കുന്നത് നമ്മുടെ പുല്ലേപ്പടി സ്ക്രാപ്പിൻ്റെ ഷോപ്പിലുള്ള ആദ്യത്തെ ഒരു സെക്ഷനാണ് കേട്ടോ. അവിടെയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ആയിട്ട് നമുക്ക് ഒരുപാട് വണ്ടികൾ നമുക്ക് പൊളിക്കാനായിട്ട് കിടക്കുന്നുണ്ട്. സോ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യം തന്നെ വന്നേക്കുന്നത് ഇന്നലെ വന്നതാണ് കേട്ടോ. ഈ കാണുന്ന ഹോണ്ട അക്കോഡ് ഇന്നലെ നമുക്ക് വന്നതാണ്. പക്ഷെ അക്കോഡിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ അത് ഇന്ന് പോയി നമ്മളതെല്ലാം കൊറിയർ ചെയ്യാനായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ ഇൻറ്റീരിയർ. നോക്ക്, കണ്ടോ? വണ്ടി ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്, പിന്നെ ഡോർ പാഡ്, സ്റ്റിയറിങ്, പവർ സ്റ്റിയറിങ്, പിന്നെ എന്തൊട്ടായിരുന്നു സ്പീഡോമീറ്റർ സെറ്റ്, പിന്നെ തൊട്ടായിരുന്നു ഗ്ലാസ്, എന്തെങ്കിലുമൊക്കെ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇന്നലെ കൊണ്ടുവന്ന വണ്ടിയാണ്. ഇന്നിപ്പോൾ അതേ സീറ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് പെട്ടെന്ന് തീരും. പിന്നെ അത് കൂടാതെ വണ്ടിയുടെ അലോയ്സ് ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. അലോയ്സ് പിന്നെ ടെയിൽ ലൈറ്റ് പൊട്ടിയിട്ടുണ്ടോ? കുഴപ്പമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നണം. കലിപ്പില്ലാത്ത ഒന്ന് ബഫ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെയിൽ ലൈറ്റ് യൂസ് ചെയ്യാം. പിന്നെന്തായിരുന്നു എക്സോസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേക്ക് കേട്ടോ. എക്സോസ്റ്റ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ്. അപ്പോൾ ഇതുപോലെ കുറേ സാധനങ്ങൾ കൊടുക്കാനായിട്ടുണ്ട് വണ്ടിയിൽ. ആരെങ്കിലുമൊക്കെ തന്നെ അക്കോഡ് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഹെഡ്ലൈറ്റ് ഒന്ന് ബഫ് ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുത്തേക്കും. ഹെഡ്ലൈറ്റ് ഒന്ന് ബഫ് ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ ഫ്രണ്ട് ഗ്രില്ല്, ബമ്പർ, ബോണറ്റ്, എന്തെങ്കിലും ബോണറ്റ് ദേ ഇവിടെ ഒന്ന് പൊട്ടിയിട്ടിട്ടുണ്ട്. ഇതുണ്ടോ? അത് ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാങ്ങിച്ചാൽ മതി. നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. ഈ ഒരു കണ്ടീഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്നാണ്. ജെന്ന് നമുക്ക് റീസെൻ്റ്ലി കുറേ ജെന്ന് നമുക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻക്വയറിയും ഉണ്ട്. ജെന്നിൻ്റെ പാർട്സ് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കോയമ്പത്തൂർ വരെ പോയി നമുക്ക് പാർട്സ് എടുക്കാൻ പറ്റാത്ത ആളുകളൊക്കെയാണ് എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ റീസെൻ്റ്ലി വിളിച്ചുകൊണ്ടിരുന്നത്. ജെന്നിൻ്റെ പാർട്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു 5-6 നമുക്ക് ജെന്ന് മാത്രം പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഹ്യുണ്ടായുടെ i10 ആണ്. i10 എന്തെങ്കിലും പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീൽ കപ്പ് ഉണ്ട്, ടയർ ഉണ്ട്. പിന്നെ സീറ്റ്സ് കുഴപ്പമില്ല, ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. സീറ്റ്സ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. പിന്നെ എന്തുട്ടായിരുന്നു, നമുക്കിനി അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. നമുക്ക് ഈ സൈഡിൽ കൂടെ പോകേണ്ടി വരും, ബാക്കിൽ കൂടെ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഗെറ്റ്സിൻ്റെ പാർട്സേ ഇന്നെന്നോട് ഗെറ്റ്സിൻ്റെ പാർട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഗെറ്റ്സിൻ്റെ പാർട്സ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ക്ഷമിക്കണം. നമുക്കിവിടെ ഒരു ഗെറ്റ്സ് പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഹ്യുണ്ടായി ഗെറ്റ്സ്. ഇതെനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഞാൻ മറന്നു കേട്ടോ. കാരണം കുറേ വണ്ടി നമുക്ക് ഡെയിലി വരുന്നില്ലേ, അതുകൊണ്ടിട്ടാണ്. ഇതൊരു വണ്ടിയുടെ ജെന്നിൻ്റെ ഷെല്ലാണ് കിടക്കുന്നത്. കണ്ടതേ ഗെറ്റ്സിൻ്റെ ടെയിൽ ലൈറ്റ്, പിന്നെ ഹെഡ്ലൈറ്റ് പോയി നോക്കട്ടെ കേട്ടോ. ഞാൻ നോക്കട്ടെ. നോക്കാം. ഓക്കെ. നമ്മളുടെ ഗെറ്റ്സിൻ്റെ എന്തുവായിരുന്നു ഹെഡ്ലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ സീറ്റ് നല്ല സീറ്റാണ് കേട്ടോ. ഗെറ്റ്സിൻ്റെ സീറ്റ് അടിപൊളി സീറ്റാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എനിക്കിവിടെ ഡോറ് തുറക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടിട്ടാണ്. ഗെറ്റ്സിൻ്റെ സീറ്റ് നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്തുട്ടായിരുന്നത് നമ്മുടെ ഹോണ്ട സിറ്റി. ഭയ്യ ഇത് ഹോണ്ട അമേസ് ആണോ? ഹോണ്ട സിറ്റി ആണോ? ഓക്കെ ഗൈസ്, ഇത് ഹോണ്ട സിറ്റി ആണ് കേട്ടോ. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി, അതുകൊണ്ടിട്ടാണ്. പിന്നെ അതെ 800ൻ്റെ പാർട്സ് കാണിച്ചു തരാം കേട്ടോ. ഒരു 800 കിടക്കുന്നുണ്ട്. 800ൻ്റെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഹോണ്ട സിറ്റിയാണ് കേട്ടോ. ഹോണ്ട സിറ്റിയുടെ പാർട്സ്, പഴയ ഹോണ്ട സിറ്റിയാണ്. അതിൻ്റെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് മാറിപ്പോയി, ഞാൻ അമേസ് ആയിരിക്കുമെന്നാണ് ആദ്യം വിചാരിച്ചത്. ഇവിടെ നമുക്ക് ഒരുപാട് വണ്ടികൾ വേറെ കിടക്കുന്നുണ്ട്. വെർസയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വെർസതെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകട്ടെ. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ക്രാപ്പിൻ്റെ ആദ്യത്തെ ഷോപ്പ്. ആദ്യത്തെ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം.
ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്കാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രാപ്പിൻ്റെ ഷോപ്പ് ഇത് അവിടെയാണ് വരുന്നത്. അവിടെയാണ് വരുന്നത്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് 800, പിന്നെ സാൻഡ്രോൻ്റെ പുതിയതും പഴയ ഷേപ്പ് സാൻഡ്രോ. ഇത് പഴയത്, അത് പുതിയ ഷേപ്പ്. ഐ മീൻ ഒരു 2007 ആ ഒരു മോഡലൊക്കെ ഇല്ലേ, ആണ് ഈ കിടക്കണത്. ഏത് 800 അല്ലേ? ഓക്കെ. ആ 800 ഇപ്പോൾ വന്നതാണ് കേട്ടോ. ഇപ്പോൾ കൊണ്ടുവന്നിട്ട വണ്ടിയാണ് ഇത്. കണ്ടത് ഇവിടെ സെന്ന് ഇവിടെയും കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, സെന്ന് നമ്മൾ റീസെൻ്റ്ലി ഒരുപാട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാരുതി സുസുക്കിയുടെ ഒമിനി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലെ നമുക്ക് വന്നതാണ് കേട്ടോ, ഈ കാണുന്ന ബ്രസയുടെ പാർട്സ് എന്ന് പറയാനായിട്ട് ഇതിൻ്റെ സ്പീഡോമീറ്റർ, പിന്നെ അതുപോലെ തന്നെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ ആക്സിഡൻ്റ് ആയ വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ട സീറ്റൊക്കെ ചിലപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും, കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിരിപ്പുണ്ടാകാം. ഓക്കെ. പിന്നെ നമ്മുടെ വെറീറ്റോൻ്റെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഇത് നമ്മളുടെ ഷെവർലെ യുവയാണ് കേട്ടോ, യുവയുടെ പാർട്സ്. പിന്നെ സ്വിഫ്റ്റിൻ്റെ ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ പാർട്സ് പോയി. നിങ്ങൾക്ക് ഡോർ പാഡും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. ഓക്കെ. ബ്രസയുടെ കണ്ടീഷൻ ഇതാണ്. ബ്രസയുടെ ഫ്രണ്ട് ഭാഗം ഇല്ല, അതാണ് ഫ്രണ്ട് ഭാഗം ഇല്ല. അലോയ്സ് ഉണ്ട് കേട്ടോ ബ്രസേൻ്റെ. ഇതാണ് ഫ്രണ്ട് ഭാഗം. കണ്ട ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ടട്ടെ. ആണോ? ഓക്കെ. ഉപകാരപ്പെട്ടില്ലേ? കണ്ടതിൽ സന്തോഷം. ഓക്കെ, ശരി. കാണാം. ഇനി എന്തിനു പാർട്സ് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, പ്രതിഭട്ടൻ ഡീൽ ചെയ്ത് തരും. ഇത് നമ്മളിപ്പോൾ എടുത്ത ഹോണ്ട സിറ്റി ആണ് കേട്ടോ. സിറ്റി ഇന്ന് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോണ്ട സിറ്റിയുടെ പാർട്സ് ഉണ്ടോ എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആ ചേട്ടനെ വിളിച്ച് പറയാനായിട്ട്, പാർട്സ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വണ്ടി വന്നിട്ടുണ്ടെന്ന് പറയാം. ചേട്ടൻ്റെ പ്രാർത്ഥനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഫിഗോ ആസ്പെയറിൻ്റെ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. പിന്നെന്തിട്ടായിരുന്നു, ഒരുപാട് വണ്ടി ഉണ്ടല്ലേ, ഏതൊക്കെയൊന്നും പറയാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ ഒരു സെന്നി കിടക്കുന്നുണ്ട്. ആ സെന്നിൽ നിന്നാണ് ഇന്നലെ നമ്മളൊരു കസ്റ്റമർ ഒന്ന് കുറച്ച് പാർട്സൊക്കെ കൊണ്ടുപോയത് കളമശ്ശേരിയിൽ നിന്ന് വന്നിട്ട്. ഇനി ഞാൻ എൻ്റെ അകത്തേക്ക് കാണിച്ചാൽ, അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പൊളിക്കുന്ന വണ്ടികളുടെ പാർട്സ് ഇങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോണോ? ഇവിടെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂം ചെയ്യാൻ കാണിച്ചത്. അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ പൊളിക്കുന്ന വണ്ടികളുടെയൊക്കെ ഹെഡ് ലൈറ്റ്, ടെയിൽ ലൈറ്റ്, പിന്നെ എൻജിൻ പാർട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ. അതിപ്പോൾ എങ്ങനെ പറഞ്ഞുതരും, നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഡോർ പാഡല്ല, അല്ലാതെ വണ്ടിയുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ്, പിന്നെ അതുപോലെ തന്നെ വൈൻഡർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മളവിടെ അകത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഡോറ് കാര്യങ്ങളൊക്കെ ഇവിടെ അഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു XUV 500 നമുക്ക് പറഞ്ഞാൽ പൊളിക്കാനായിട്ട് അവിടെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ പാർട്സ് വേണമെങ്കിൽ വിളിക്കാം. പിന്നെ ബെൻസ് നമ്മുടെ S350 ഒരെണ്ണം പൊളിക്കാൻ വന്നിട്ടുണ്ട്. നമുക്കൊരു 1 വീക്ക് ആയി, ഇപ്പോൾ 1 വീക്കോ 2 വീക്കോ എന്തായിട്ടുള്ള ആ വണ്ടി വന്നിട്ട്. ബെൻസ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പാർട്സ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇന്ന് കുറച്ച് വണ്ടികൾ കാണിച്ചിട്ടുണ്ട്. ഏത്? അത് കാണിക്കാം. ഇനി അടുത്ത സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കിടക്കുന്നത് ബെൻസ്, പിന്നെ ബീറ്റ്, ഇതെന്ത് പറയുന്നത് നമ്മുടെ ഫോർഡ് ഐക്കൺ, പിന്നെ അതുപോലെ തന്നെ അയ്യോ ഞാനിവിടെ ബ്ലോക്കായി പോയി. ഓക്കെ. പിന്നെ ബെൻസ് ഞാൻ കാണിച്ചായിരുന്നല്ലോ. പിന്നെ എന്തുട്ടായിരുന്നു, പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഷെവർലെ ക്രൂയിസ്, നിസാൻ മൈക്ര, പിന്നെ ഷെവർലെ നമ്മളുടെ റിറ്റ്സ് അല്ല ബീറ്റ്. അയ്യോ അപ്പോൾ അവിടെ മാറിപ്പോയി. അത് സ്പാർക്ക്, ഇത് ബീറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടേ. പിന്നെ ആൾട്ടോൻ്റെ ഇപ്പം സീറ്റിൻ്റെ പകുതി കിടക്കുന്നുണ്ട്, ബാക്ക് സീറ്റ് കിടക്കുന്നുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് പാർട്സ് പോയിട്ടാ. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു സ്വിഫ്റ്റ് കിടക്കുന്നുണ്ട്, 800 ഉണ്ട്, പഴയ വെർണ കിടക്കുന്നുണ്ട് കേട്ടോ ഒരെണ്ണം പൊളിക്കാനായിട്ട്. പിന്നെന്താ, അയ്യോ അങ്ങോട്ട് പോയി നോക്കാം. ഇത് ടൊയോട്ട
കൊറോള ആൾട്ടിസ് അതാണിത്. അതിൻ്റെ ഇൻറ്റീരിയർ നോക്കട്ടെ കേട്ടാ. ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ഞാൻ ഇടാറുള്ളതാണ്. അതാണ് ദേ സീറ്റ് അടിപൊളിയാണ് കേട്ടോ. സീറ്റ് എടുത്തു, ഇതൊക്കെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. സീറ്റ്, പിന്നെ സെറ്റ്, സ്പീഡോമീറ്റർ, സ്റ്റിയറിങ്, ഡോർ പാഡ് ഇതുണ്ടല്ലേ, ഈ ഡോർ പാഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾ വിളിക്കുക. പിന്നെ ടാറ്റ നാനോ, ഒരു ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടാറ്റോ നാനോ നിങ്ങൾക്ക് പൊളിക്കാൻ വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഒരെണ്ണത് ഇവിടെ കിടക്കുന്നുണ്ട്. ആ ചേട്ടൻ വീഡിയോ കണ്ടിട്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ടാറ്റ നാനോൻ്റെ പാർട്സ് വേണമെങ്കിൽ വിളിക്കുക. ടയറൊക്കെ ഉണ്ട് കേട്ടോ, ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ടയേർഡായി, ഒരു 4 സെക്ഷൻ കാണിച്ചപ്പോൾ തന്നെ ഞാൻ ടയേർഡായി. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചിരിക്കുന്ന വണ്ടികളിലേക്ക് എന്തെങ്കിലുമൊക്കെ പാർട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് നമ്പർ എടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഷോപ്പ് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഷോപ്പ് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം പുല്ലേപ്പടിയിലായിട്ടാണ്. നമ്മളുടെ ഇങ്ങനെ പറഞ്ഞുതരും, എറണാകുളം പുല്ലേപ്പടി. ഇത് ആരോട് ചോദിച്ചാലും പുല്ലേപ്പടിയിൽ വന്നിട്ട് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രാപ്പിൻ്റെ ഷോപ്പ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടി പൊളിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞുതരും. ലിസി ഹോസ്പിറ്റലിൻ്റെ അവിടെ നമുക്ക് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ ഒരു പൊളിക്കുന്ന സ്ഥലം വരുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.